യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരികിലും, പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരികിലും, ക്ഷേമമായി പോറ്റുന്നെന്നെയും സ്നേഹമോടൻ യേശുനായകൻ. ക്ഷേമമായി പോറ്റുന്നെന്നെയും സ്നേഹമോടൻ യേശുനായകൻ. യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. ശത്രുവിന്റെ പാളയത്തിലും ശ്രേഷ്ഠഭോജ്യമേകിടുന്നവൻ, ശത്രുവിന്റെ പാളയത്തിലും ശ്രേഷ്ഠഭോജ്യമേകിടുന്നവൻ. നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും. നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും. യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. കൂരിരുളിൻ താഴ്വരയതിൽ ഏകയായി സഞ്ചരിക്കിലും, കൂരിരുളിൻ താഴ്വരയതിൽ ഏകയായി സഞ്ചരിക്കിലും, ആദി എന്നെ പാർത്തിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാ. ആദി എന്നെ പാർത്തിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാ. യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒരു ഫെമിലിയർ ആയിട്ടുള്ള വേഴ്സാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അതെ, ഏത് പ്രതികൂലങ്ങളുടെയും
പ്രതിസന്ധികളുടെയും മധ്യത്തിലും നമ്മുടെ കണ്ണ് നമുക്ക് സഹായം തരുന്ന ദൈവത്തിങ്കിലേക്ക് മാത്രം ഉയർത്താം. കാരണം അവൻ നമ്മെ മയങ്ങാതെയും ഉറങ്ങാതെയും പരിപാലിക്കുന്ന ദൈവമാണ്. മനുഷ്യന് നമ്മെ സഹായിക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ദൈവത്തിന് നമ്മെ സഹായിക്കാൻ കഴിയാത്ത ഒരൊറ്റ സാഹചര്യം പോലും ഇല്ല. ഈ പാൻഡമിക് ആയിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെയും ഈ ചിന്ത എന്തോരാശ്വാസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഹലോ ഹോപ്പിന്റെ പ്രോഗ്രാംസിൽ കൂടെ വളരെ എൻകറേജിങ്ങും ഹൃദയത്തിന് ആശ്വാസവും ദൈവത്തോട് ഒരു സ്റ്റെപ്പ് കൂടെ അടുക്കുവാൻ സഹായിക്കുന്നതുമായ നിരവധി സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാൻ നമുക്ക് ഇടയായി. ഇന്ന് 108ാമത്തെ എപ്പിസോഡാണ്. ഈ 108ാമത്തെ എപ്പിസോഡിലൂടെ 2 പാട്ടുകളും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വിശേഷവും കേൾക്കാം. അതോടൊപ്പം പ്രിയ ലില്ലി ആന്റിയിൽ നിന്ന്, അതായത് സിസ്റ്റർ ലില്ലി എബ്രഹാം, അനുഗ്രഹീത ദൈവവചനവും നമുക്ക് ശ്രദ്ധിക്കാം. അനേക സ്റ്റുഡൻസിന് ഒരു ടീച്ചർ, 4 മക്കൾക്ക് മാതാവ്, അനേക സഹോദരിമാർക്ക് ആത്മീയ പ്രോത്സാഹനമായും മറ്റും വിവിധ നിലകളിൽ അനുഗ്രഹമായി 4 ഡിക്കേഡ്സായിട്ട് ബഹ്റൈനിലായിരിക്കുന്ന പ്രിയ ആന്റിയുടെ വചന ശുശ്രൂഷ നമുക്കെല്ലാവർക്കും അനുഗ്രഹവും ആശ്വാസവും ആയി തീരുമാറാകട്ടെ. ഈ പ്രോഗ്രാമിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ തന്ന ഈ സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഹലോ ഹോപ്പായിട്ട് കഴിഞ്ഞ നാളുകൾ അനുഗ്രഹീത ശുശ്രൂഷകൾ ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ ഒന്ന് ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാംസ് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. എല്ലാം ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ അവിടുന്ന് സഹായിക്കണം. ആ സോങ്സ്, മെസ്സേജ്, വ്യക്തിവിശേഷം എല്ലാത്തിൽ കൂടെയും അവിടുത്തെ നാമം മഹത്വം എടുക്കണമേ കർത്താവേ. ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് മൂലം പ്രയാസം അനുഭവിക്കുന്നവരെയൊക്കെ അവിടുത്തെ കരങ്ങളിൽ ഓർക്കുന്നു. എത്രയും വേഗം അവിടുന്ന് തന്നെ ശാന്തത കൈവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അവിടുത്തെ കരങ്ങൾ ഭരമേൽപ്പിക്കുന്നു. എല്ലാം ഞങ്ങൾക്കായി ജീവനെ തന്ന യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയും വിനയമായി അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.
പ്രാർത്ഥിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവെ. ഈ പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ ലോകരാജ്യങ്ങളെയും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കോവിഡ് എന്ന മഹാമാരി കൂടാതെ നിലയ്ക്കാത്ത മഴ മൂലമുള്ള ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും മൂലവും കഴിഞ്ഞ രാത്രിയിൽ അപ്രതീക്ഷിതമായി വിമാനാപകടത്തിലൂടെ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും മറ്റു പ്രിയപ്പെട്ടവരെയും ഈ സമയം ഓർക്കുന്നു. ദൈവിക സമാധാനം കൊണ്ട് അവരെല്ലാം ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ശവസംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കുവാൻ സഹായിക്കണമേ കർത്താവെ. വിവിധ അപകടങ്ങളിലൂടെ പരിക്ക് പറ്റിയവരെയും ഭക്ഷണവും വൈദ്യുതിയുമില്ലാതെ കഷ്ടപ്പെടുന്ന കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നൂറുകണക്കിന് ആളുകളെയും ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് തക്ക സമയത്ത് വിടുതൽ സഹായം ലഭിക്കുവാൻ എല്ലാ ഉള്ളങ്ങളോടും കർത്താവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തുള്ള എല്ലാവരും ഈ സാഹചര്യങ്ങളിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ വിഷയങ്ങളെയും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവെ. സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. परमपिता की हम स्तुति गाए, वो ही है जो बचाता हमें। परमपिता की हम स्तुति गाए, वो ही है जो बचाता हमें। सारे पापों को करता क्षमा, सारे रोगों को करता चंगा। परम पिता की हम स्तुति गाए, वो ही है जो बचाता हमें। धन्यवाद दे उसके आसनों में, आनंद से आए उसके चरणों में। धन्यवाद दे उसके आसनों में, आनंद से आए उसके चरणों में। संगीत गाकर खुशी से मुक्ति की चट्टान को जलन करे। परम पिता की हम स्तुति गाए, वो ही है जो बचाता हमें। वो ही हमारा है परम पिता, घर सिखाता है सर्व सदा। वो ही हमारा है परम पिता, घर सिखाता है सर्व सदा। पूरब से पश्चिम उतनी ही दूर की हमारे कला। परम पिता की हम स्तुति गाए, वो ही है जो बचाता हमें। ഞാൻ പാടിയ ഹിന്ദി സോങ് എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ എൻ്റെ മാതാപിതാക്കളുടെ കൂടെ വടക്കേ ഇന്ത്യയിൽ ആയിരുന്നപ്പോൾ പഠിച്ചതാണ്. എൻ്റെ പിതാവും മാതാവും സേവിച്ച ആരാധിച്ച പരമപിതാവിനെ അവരെനിക്കും പരിചയപ്പെടുത്തി തന്നു. എങ്ങനെയെന്നോ, ഞങ്ങളുടെ ചെറിയതും വലുതുമായ എല്ലാ ആവശ്യങ്ങൾക്കും സ്വർഗീയ അപ്പച്ചനോട് പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥന കേൾക്കുന്ന ഒരു സ്വർഗത്തിലെ അപ്പച്ചനുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഈ സ്വർഗീയ പിതാവ് എന്നെയും വിളിച്ചു 9ാമത്തെ വയസ്സിൽ. തന്റെ വിളി എൻ്റെ ഹൃദയത്തിൽ ഞാൻ കേട്ടു. ആ വിളിക്ക് ഞാൻ ആമേൻ പറഞ്ഞു. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വന്നു. ഞാൻ രക്ഷിതയായി. പൂരബ് സേ പശ്ചിമ ഹൈ ജിത്നി ദൂർ, ഇത്നി ദൂർ കി ഹമാരെ കലാം, മേരാ കലാം ഉസ്നെ ദൂർ കിയ. എന്നെ എൻ്റെ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് ശുദ്ധീകരിച്ചെടുത്തു. അതൊരു വിശുദ്ധ വിളിയായിരുന്നു, സ്വർഗീയ പിതാവിന്റെ വിളിയായിരുന്നു എന്ന് ഞാൻ പിന്നീട് ആണ് മനസ്സിലാക്കിയത്. എന്നെ എൻ്റെ സ്വർഗീയ പിതാവ് അവന്റെ എക്ലീഷ്യ
which means a group of called out people who are elected, and I was also numbered among them. That call was special internal call for me, just for me. റോമൻസ് 8:28 ഇങ്ങനെ പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം അക്കോർഡിംഗ് ടു ദ ഫോർ നോളജ് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഈ ദൈവം എന്നെയും അറിഞ്ഞു. എപ്പോൾ? ലോകസ്ഥാപനത്തിന് മുൻപേ. ഞാൻ ജനിച്ചിട്ടില്ല, കർത്താവിനെ അറിഞ്ഞിട്ടില്ല, സ്നേഹിച്ചിട്ടുമില്ല. പക്ഷേ സ്വർഗീയ അപ്പച്ചൻ എന്നെ സ്നേഹിച്ചു, എൻ്റെ പേര് ചൊല്ലി വിളിച്ചു. മെയ്ഡ് മൈ സ്പിരിറ്റ് അലൈവ് ടു ഹിയർ ഹിസ് കോൾ അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. ഹിസ് കോൾ അക്കോർഡിംഗ് He justified me, gave me eternal life, His salvation, His righteousness. Hebrews 12:2 says, our Lord Jesus sat at the right hand of God the Father in heaven. He is still praying, pleading, interceding, providing, protecting for me. He is reigning. Yes, He is in control of everything that is going on in this world and in my life. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു കർത്താവ് ദൈവം എന്ന പിതാവിനെ പറ്റിയും പിശാച് എന്ന പിതാവിനെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. ഒന്നുകിൽ ദൈവം എന്ന പിതാവിന്റെ മക്കൾ, അല്ലെങ്കിൽ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. ഇങ്ങനെ രണ്ട് കൂട്ടം മക്കളെ ഉള്ളൂ ഈ ലോകത്തിൽ. ജോൺ ചാപ്റ്റർ 13 യേശു കർത്താവ് തന്നെ ഒരു പിതാവിന്റെ സ്റ്റോറി പറഞ്ഞ് ആരാണ് ഈ രണ്ടു കൂട്ടരെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ കഥയിലെ സ്നേഹനിധിയായ പിതാവ് humbled himself, which shows the picture of a heavenly father came down to this world, running and exposing himself on the cross. We are all like that prodigal son before we received Christ and became his children. We were gone away from our heavenly Father, misguided by our own philosophies, by our own ideas about religion. പിശാച് എന്ന പിതാവിന്റെ മോഹങ്ങളെ ചെയ്ത് പിതാവിൽ നിന്ന് കിട്ടിയതെല്ലാം നഷ്ടമാക്കി. ഒടുവിൽ Luke 15:15 says, this prodigal Jewish boy found a job of feeding the pigs of a Gentile farmer. Those who rebel against God will end up into a bottomless pit for all eternity. Prodigal found the food of the pig, but even that was refused. Imagine the helplessness and hopelessness. Now he is desiring to go to his father. He came to a genuine repentance, asked the Father to forgive his sins. He grieved over bringing shame to the Father. He wanted to make up what he messed up in arrogance against his Father. Are you still in that far country, away from your heavenly Father as the prodigal son in sin? Our Father gave up its splendor by running to the lost son. This is what is Christian faith is in a nutshell. Father accepts us just as we are filthy and dirty. Our Father will clean us and put a robe of righteousness and make us his sons and daughters. John 10:28 and 29. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയുമില്ല. എല്ലാവരിലും വലിയവനായ ഈ സ്വർഗീയ പിതാവിനെ നിങ്ങൾ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? When you become a Christian, by putting your faith in Christ, you receive
this eternal life. This eternal life is enjoyment, enlargement, and enrichment of your soul. Nothing can separate us from His love. We will never exhaust His love. Your badness will never take you out of your salvation. Grace of God will go in you and teach you godliness, kindness, and holiness, which leads you to holy hatred to evil. He loved me with ungarnished love. Its eternal purpose is to make me conform to the nature and characteristics of Christ Jesus. Let me close with quoting 2 Peter 1:1-11. As we read on, verse 3, അവന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. വേഴ്സ് 4, ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. വേഴ്സ് 9, അവയില്ലാത്തവനോ കുരുടനത്രേ. വേഴ്സ് 10 and 11, അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവർക്കും വ്യക്തിവിശേഷത്തിലേക്ക് സ്വാഗതം. വ്യക്തിവിശേഷം നമ്പർ 2, കയീൻ. ജനനം 34:1, തൊഴിൽ 34:2, വഴിപാടിൽ പരാജയപ്പെട്ടു 34:5, ദൈവത്തോട് കോപിക്കുന്നു 34:6, സ്വന്തം സഹോദരനെ കൊന്നു 34:8, ശാപഗ്രസ്തനായി 34:11, ഏദന് കിഴക്ക് നോദ് ദേശത്തു ചെന്ന് പാർത്തു 34:16, വിവാഹം, മകൻ ജനിക്കുന്നു, പട്ടണം പണിയുന്നു 34:17, 730 വയസ്സിൽ മരിച്ചു according to the book of Jubilees. Thank you and God bless you all.
ഇന്നത്തെ പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ ദൈവം സഹായിച്ചു. ശുശ്രൂഷിച്ച എല്ലാവർക്കും ദൈവം ആവശ്യമായ കൃപകൾ നൽകി. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. വലിയവനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഇത്രയും സമയം അവിടുത്തെ പാദത്തിലായിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ദൈവസന്നിധിയിൽ അനുഗ്രഹമായ സമയങ്ങൾ തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രോഗ്രാംസ് എല്ലാം ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് അറ്റൻഡ് ചെയ്യുവാനും അനേകരത് കണ്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനുഗ്രഹമായ മെസ്സേജ് കൺവേ ചെയ്യുവാൻ പ്രിയാൻറ്റി അവിടുന്ന് ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിലും അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, ആ മെസ്സേജ് അനുഗ്രഹമായി എടുക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ട് പാടുവാനായിട്ട് പ്രിയപ്പെട്ടവരെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ വ്യക്തിവിശേഷവും അനുഗ്രഹമായി പറയുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ. അതിൽ കൂടെ എല്ലാം തിരുനാമം മഹത്വം എടുക്കണമേ. എല്ലാറ്റിലും അവിടുത്തെ നാമം മാത്രം മഹത്വമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ കൃപയും അനുഗ്രഹവും അടിയങ്ങളോടുകൂടെ ഉണ്ടായിരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിലും ഹലോ ഹോപ്പിന്റെ ശുശ്രൂഷകളെ ഒരു ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായ എല്ലാ കൃപകളും അവിടെ നൽകി കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാം ഞങ്ങൾക്ക് ജീവനെ തന്ന കർത്താവിന്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗ്ഗീയ പിതാവേ. ആമേൻ. യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരികിലും, പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരികിലും, ക്ഷേമമായി പോറ്റുന്നെന്നെയും സ്നേഹമോടൻ യേശുനായകൻ. ക്ഷേമമായി പോറ്റുന്നെന്നെയും സ്നേഹമോടൻ യേശുനായകൻ. യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. ശത്രുവിന്റെ പാളയത്തിലും ശ്രേഷ്ഠഭോജ്യമേകിടുന്നവൻ, ശത്രുവിന്റെ പാളയത്തിലും ശ്രേഷ്ഠഭോജ്യമേകിടുന്നവൻ, നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും. നന്മയും കരുണയൊക്കെയും നിത്യ